നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ത്യാഗത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പ്രത്യാശ പങ്കുവയ്ക്കുന്ന ഈസ്റ്ററിൻ്റെ നവ്യപ്രകാശം സമാധാനവും സമാഭാവനയും സാഹോദര്യം നമ്മിൽ പരസ്പരം നിറയ്ക്കട്ടെ. ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും മനുഷ്യവേദനകളും നിറഞ്ഞിരിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട സമൂഹത്തിന് ആശങ്കയിൽ കഴിയുന്ന മനുഷ്യകുലത്തിനും ഉയർപ്പ് പ്രത്യാശയുടെ നിർമ്മല സന്ദേശം തന്നെയാണ്. ലാസറിനെ ഉയർപ്പിച്ച ക്രിസ്തു, രോഗികളെ സൗഖ്യമാക്കിയ ക്രിസ്തു, വലിയ നോമ്പിലൂടെ നാം മനനം ചെയ്ത ആ ദൈവപുത്രൻ, നുറുങ്ങിയ ഹൃദയത്തോടെ കഴിയുന്ന ഏവർക്കും സമാധാനം പുലരട്ടെ. എങ്കിലും ലോകം സമാധാനം ഉണ്ടാകട്ടെ, യുദ്ധങ്ങൾ അവസാനിക്കട്ടെ പെട്ടെന്ന്. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS ഫോക്കിലോ 228, RSS ഫൈക്കിലോ 224, ISNet 190, ലാറ്റക്സ് സർവശാലൻ്റെ ആഴ്ചയിലോ 155 രൂപ 35 പൈസ. ഉച്ച വില നോക്കുമ്പോൾ RSS ഫോക്കിലോ 228, RSS ഫൈക്കിലോ 224. കേരളത്തിലെ മറ്റിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 218, ലോട്ട് കിലോ 195 മുതൽ 200 രൂപ. കേരളത്തിലെ വ്യാപാരി വില കോട്ടയം RSS ഫോക്കിലോ 220, RSS ഫൈക്കിലോ 216, ISNet 191 രൂപ 50 പൈസ മുതൽ 192 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയിൽ ഒട്ടുപാൽ കിലോ 125 രൂപ. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 13,835, ഒരു പവന് 1,10,1688. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,093, ഒരു പവൻ 1,20,752. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,320, ഒരു പവൻ 90,568. ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ, വെളിച്ചെണ്ണ ലിറ്റർ 390, കച്ചവടം ഉണങ്ങിയത് 500, കൊപ്ര എടുത്തവിടെ 158, കാഞ്ഞിരക്കുരു 1,880, കാപ്പിക്കുരു 36,300, പൈനാപ്പിൾ പച്ച 28, പഴം 30, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പ് 920, കുരുമുളക് കാർവില്ലിൽ 708, കുരുമുളക് അൺകാർവില്ലിൽ 688, കുരുമുളക് പുതിയത് 678, ചേട്ടൻ 680, വയനാടൻ കുരുമുളക് 690, നാടൻ കുരുമുളക് 680, അടയ്ക്ക പുതിയത് 390, പഴയത് 420. 2026 ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര വളരെ ഉറ്റുനോക്കുകയാണ് കേരളം. കാര്യം, മുമ്പ് മത്സരിച്ചാണ് വീണ്ടും മത്സരിക്കുന്നത്. LDFനായി KN ബാലഗോപാലൻ ധനകാര്യമന്ത്രിയും, UDFനായി മുൻ MLAയും 15 വർഷം കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി ഇപ്പോൾ കളം മാറി UDFനായി മത്സരിക്കുകയാണ്. അതുപോലെ മുൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി ഇപ്പോൾ കളം മാറി BJPക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. 1,350 കോടിയോളം രൂപയാണ് കൊട്ടാരക്കരയുടെ വികസനത്തിന് ഉപയോഗിച്ചെന്നാണ് ധനകാര്യമന്ത്രി ബാലഗോപാലൻ പറയുന്നത്. അതേസമയം 15 വർഷം CPMൻ്റെ MLA ആയിരുന്ന ഐഷ പോറ്റി 15 വർഷത്തെ വികസന പരിപാടികൾ മുൻനിർത്തിയാണ് ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി KN ബാലഗോപാലൻ്റെ ഇന്ന് സ്വീകരണം കരിയിപ്രയിലും നാളെ ഉമ്മന്നൂരിൽ നടക്കും. പാട്ടും നാടൻ പാട്ടുകളുമാണ് സ്വീകരണത്തിനും. കൊട്ടാരക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ശ്രദ്ധേയമാകുന്നത് പാട്ടിലും സംഗീതത്തിലും സാന്നിധ്യമാണ്. LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വോട്ടഭ്യർത്ഥിച്ച് പാട്ടും കട്ടനും എന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിക്ക് വോട്ട് തേടി നാടൻ പാട്ട് കലാകാരന്മാരുടെ സംഘം കവലകൾ കേന്ദ്രീകരിച്ച് സഞ്ചരിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.